KBSASന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസാദ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരായ പലരും കൺസേൺഡ് ആയിട്ടുള്ള മാനസികാരോഗ്യത്തിന് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് ഏകാന്തത എന്ന് പറയുന്നത്, അഥവാ സോളിറ്റ്യൂഡ്. സത്യത്തിൽ എന്താണ് ഏകാന്തത എന്നും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതെന്തൊക്കെ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നു എന്നതും പലപ്പോഴും ആളുകൾക്ക് വ്യക്തമായ ധാരണയില്ല. ആദ്യമേ തന്നെ മനസ്സിലാക്കുക, ഏകാന്തത എന്നത് ഇൻട്രോവേർട്ട് നേച്ചർ അല്ല. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് യഥാർത്ഥത്തിൽ ഇൻട്രോവേർട്ട് നേച്ചർ എന്നത്. ഏകാന്തത എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാളുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം ആരോടും ഇൻട്രാക്ട് ചെയ്യാതെ ഒരുപാട് കാലം തുടർച്ചയായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അയാൾക്ക് അയാളുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ സാധിക്കാതിരിക്കുകയും ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയാണ് സോളിറ്റ്യൂഡ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തകർക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇൻട്രോവേർട്ട് നേച്ചറുള്ള ആളുകൾക്ക് ഇത് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാറില്ല. കാരണം ഇവർ പൊതുവെ ഇമോഷൻസ് ഷെയർ ചെയ്യാതിരിക്കുകയൊന്നുമില്ല. ഇവർക്ക് ഏറ്റവും ക്ലോസ് ആയിട്ട് റിലേഷൻഷിപ്പുള്ള വ്യക്തികളുണ്ടാകും. അങ്ങനെയുള്ളവരുമായി ഇൻട്രാക്ട് ചെയ്യാനും അങ്ങനെയുള്ളവരുമായി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനും ഒന്നും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാറില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ഇൻട്രോവേർട്ട് നേച്ചറുള്ള ആളുകൾക്കും സോളിറ്റ്യൂഡ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. മറ്റുള്ളവരുമായി ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെടുന്ന ആരിൽ വേണമെങ്കിലും സോളിറ്റ്യൂഡ് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. കപ്പൽ ജോലികൾ ചെയ്യുന്ന ആളുകൾ, ഡ്രൈവർമാർ, അതുപോലെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ദീർഘനേരം ഓഫീസിൽ ചിലവഴിക്കേണ്ട ആളുകൾ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇത് യുവാക്കളിലാണ് ഏറ്റവും അധികം കാണുന്നത്. അതിൽ തന്നെ പുരുഷന്മാരിലാണ് ഏറ്റവും അധികം കാണുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും അധികം കമ്പനി അടിച്ച് നടക്കുന്ന പുരുഷന്മാരായിട്ടാണ് നമ്മൾ കാണുക. പക്ഷേ എല്ലാവരുമായും കൂട്ടുകൂടുമെങ്കിൽ പോലും സംസാരിക്കുമെങ്കിൽ പോലും അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്രഷറുകളെ അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സോളിറ്റ്യൂഡ് മൂലമുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവാറുണ്ട്. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഔട്ട്ബേസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് വികാരങ്ങളെ താൽക്കാലികമായി നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സങ്കടം വന്നാൽ പെട്ടെന്ന് ഇവർ കരയും, സന്തോഷം വന്നാൽ വല്ലാതെ ചിരിക്കും. അങ്ങനെ ഒരു രീതിയിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഔട്ട്ബേസ്റ്റുകൾ ഉണ്ടാവുക. ഇതാണ് ഇതിൽ പ്രാരംഭ ലക്ഷണം എന്ന് പറയുന്നത്. ഇതിലെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് ഇത്തരം ഇമോഷണൽ പ്രഷർ കൊണ്ടും ഔട്ട്ബേസ്റ്റുകൾ കൊണ്ടും നമ്മുടെ തലച്ചോറിലുള്ള ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്ന ഭാഗങ്ങൾ, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, ലിംബിക് സിസ്റ്റം പോലെയുള്ള ഏരിയകൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇവരുടെ സ്ട്രെസ് ഹോർമോൺസും അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് പോലെയുള്ള തലച്ചോറിലെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതെല്ലാം കെമിക്കലുകളുണ്ട്. അത്തരം കെമിക്കൽസിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ആ ഒരു സ്റ്റേജിൽ ഇവർക്ക് ഈ ഡില്യൂഷനും ഹാലൂസിനേഷൻസ് പോലെയുള്ള അവസ്ഥ ഉണ്ടാകും. അതായത് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് തോന്നുക, ഇല്ലാത്ത രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാവുക, അകാരണമായിട്ടുള്ള ഭയം ഉണ്ടാവുക. ഇതിൽ ഏറ്റവും പ്രകടമായിട്ട് കാണാറുള്ളതാണ് സംശയങ്ങൾ ഉണ്ടാവുക. അതായത് എല്ലാവരും എനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നുള്ള രീതിയിൽ സംശയം ഉണ്ടാവുക, എല്ലാവരും എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നുള്ള രീതിയിൽ സംശയം ഉണ്ടാവുക, എപ്പോഴും എന്തോ അപകടം പിന്തുടരുന്നു എന്ന രീതിയിലുള്ള സംശയം ഉണ്ടാവുക. ഇങ്ങനെ തുടർച്ചയായിട്ടും യുക്തിരഹിതമായ സംശയങ്ങളും ഭയങ്ങളും ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു സ്റ്റേജാണ് ഇതിലെ രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് പതിയെ ഇവർ ഡിപ്രഷനിലേക്ക് പോകും എന്നതാണ്. ചില ആളുകൾ ഇത് വളരെ സിവിയർ ആയിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരെ എത്താറുണ്ട്. എന്നാൽ അതിതീവ്രമായിട്ടുള്ള സോൾട്ടിറ്റ്യൂഡിലേക്ക് എത്തിപ്പെട്ട ആളുകൾ ഇൻസാനിറ്റി അഥവാ മനോനില തെറ്റിപ്പോകുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ സിവിയർ ആയിട്ടുള്ള സോളിറ്റ്യൂഡാണ്. വർഷങ്ങളോളം ഏകാന്ത തടവിൽ കിടക്കുക പോലെയുള്ള സംഭവങ്ങളിലാണ് അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സാധാരണ ആളുകൾ ഇതൊരു ചെറിയ ലെവലുള്ള ഡിപ്രഷൻ വരെയൊക്കെ എത്തിക്കണ്ടിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുക? ഒന്നാമത് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പഠിക്കുക. ഇനി വ്യക്തികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ടെലി കൗൺസിലിംഗ് പോലെയുള്ള സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ പ്രഷറിനെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഹോബീസും അത്തരം ക്രിയേറ്റീവായ ഗെയിമുകളുമുണ്ട്. അത്തരം ഗെയിമുകളിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കാവുന്നതാണ്. ഇങ്ങനെ ഇതിനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്റ്റേജിലേക്ക് മാറ്റിയെടുക്കുക എന്നത് അവനവൻ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അതിന് മറ്റുള്ളവരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്ന് മാത്രം. നമ്മുടെ മാനസികാരോഗ്യത്തെ സംബന്ധിക്കുന്ന ഏതൊരു ചെറിയ വിഷയം പോലും നമ്മളത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായി മാറാൻ കപ്പാസിറ്റിയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വീഡിയോസായിട്ട് അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് സോ മച്ച്.